ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുവാൻ പലരെയും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പും ധൈര്യവും അവർക്ക് ലഭിച്ചതുകൊണ്ടാണ്. എന്നാൽ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പ്രാർത്ഥന എങ്ങനെ ആയിരിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. 1 യോഹന്നാൻ 5:14 നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം ആകുന്നു. 1 യോഹന്നാൻ 3:22 ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദം ഉള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കുന്നു. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദം ഉള്ളത് ചെയ്തുകൊണ്ട് നാം എന്ത് യാചിച്ചാലും അത് നമുക്ക് ലഭിക്കും. അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ ഉദ്ദേശം ദൈവനാമ മഹത്വം അല്ല എങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം എപ്പോഴും നമുക്ക് നൽകുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം നാം ചോദിക്കുന്ന നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനു വേണ്ടി, നമ്മുടെ സുഖത്തിനു വേണ്ടി നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ നമ്മെ സ്വാർത്ഥരാക്കുന്നു. നാം വീണ്ടും വീണ്ടും മോശപ്പെടുവാൻ സാധ്യതയുണ്ട്. സ്വന്തം മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് എത്രയോ പ്രാർത്ഥനകൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നാം കഴിച്ചിട്ടുള്ള പ്രാർത്ഥനകൾക്കൊന്നും ദൈവം മറുപടി നൽകി തന്നിട്ടില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തതുകൊണ്ട് പലർക്കും ദൈവത്തോട് പിണക്കവും പരാതിയും പിറുപിറുപ്പും ഒക്കെയായി കഴിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്വതയില്ലാത്ത കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന വിവേകമില്ലാത്ത ഒത്തിരി മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന വിവേകമില്ലാത്ത മാതാപിതാക്കന്മാരെ പോലെയല്ല നമ്മുടെ ദൈവം. അവിടുന്ന് സർവജ്ഞാനിയാണ്. അവിടുന്ന് ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ്. ഒരു വ്യക്തിക്കത് കൊടുത്താൽ ആ വ്യക്തി അത് നിമിത്തം എപ്രകാരം ആയിരിക്കും എന്നുള്ളത് കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മുടെ ഭോഗങ്ങൾക്ക് വേണ്ടി, ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വേണ്ടി നാം വല്ലാതെ യാചിക്കുന്നത് കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവമഹത്വം ആയിരിക്കണം നമ്മുടെ പ്രധാനമായിട്ടും ഉയർന്നു നിൽക്കേണ്ടത്. എന്നാൽ പ്രാർത്ഥനയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വാർത്ഥത പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാണ്. പല പ്രാർത്ഥനകളും, പലരുടെയും പ്രാർത്ഥനകൾ സ്വാർത്ഥത നിറഞ്ഞതാണ്. ദൈവത്തോട് യാചിക്കുവാൻ യോഗ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കാം. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം പൂർണ്ണമായും തെറ്റായിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റായിരിക്കുന്നത് കൊണ്ട്, ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ള യാതൊരു ആഗ്രഹവും ആ പ്രാർത്ഥനയിൽ ഇല്ലാത്തത് കൊണ്ട്, അത് സ്വന്തം സുഖങ്ങൾക്കായിട്ടും സ്വന്തം സംതൃപ്തിക്കായിട്ടും വേണ്ടി മാത്രം ഉള്ളതായതുകൊണ്ട് അതിനാണ് വല്ലാതെ യാചിക്കുന്നു എന്ന് യാക്കോബ് പറയുന്നത്. വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് അതിന് മറുപടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. സഭയിൽ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് നല്ലതാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്, അത് ദൈവഹിതപ്രകാരമുള്ള കാര്യമാണ്. എന്നാൽ ഉണർവിന് വേണ്ടിയുള്ള പല പ്രാർത്ഥനകളും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണെങ്കിലോ
സഭകൾ ഉണർവ് ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിൽ കുറച്ചുകൂടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും സ്തോത്രകാഴ്ച പാത്രത്തിനകത്ത് കൂടുതൽ പണം വന്ന് നിറയുന്നതിനും നല്ലൊരു വരുമാന മാർഗത്തിനും വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുളവാക്കുവാൻ വേണ്ടിയുള്ളതാണെങ്കിൽ തീർച്ചയായും ദൈവനാമം അവിടെ മഹത്വപ്പെടാത്തത് കൊണ്ട്, ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ള ആഗ്രഹം ആ പ്രാർത്ഥനയിൽ ഇല്ലാത്തതുകൊണ്ട് ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ സാധ്യതയില്ല എന്നാണ് ഇന്നത്തെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലകരമായിരിക്കണം, ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉള്ളതായിരിക്കണം. ഫലകരമായ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ തൻ്റെ വചനത്തിൽ ദൈവം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി. അതുകൊണ്ട് മോഹങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിലയിൽ കൂടുതൽ ലോകസുഖങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തിൽ, ലോകപ്രകാരം പിന്നെയും പിന്നെയും മറ്റുള്ളവരെക്കാൾ ഉന്നതിയിൽ അവരുടെ മുമ്പിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ, ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം കഴിക്കുന്ന പ്രാർത്ഥനകൾ സ്വാർത്ഥത നിറഞ്ഞതാണ്. എല്ലാ പ്രാർത്ഥനകളിലും ഉയർന്നു നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് സകലരും അറിയണം എന്നുള്ളത് തന്നെ ആയിരിക്കട്ടെ. അതിനായി നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം കേട്ട് മനസ്സിലാക്കി